ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് തനിയെ വർക്ക് ആകുമോ? പല ആളുകളുടെയും ഒരു സംശയമാണിത്. ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ശരിക്കും വെറുതെ ഇരുന്നാൽ പോരെ? പല ടെക്സ്റ്റുകൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ സ്വപ്നം മാത്രം കണ്ടാൽ മതി, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, നമ്മളിലേക്ക് പല കാര്യങ്ങളും അട്രാക്ട് ചെയ്ത് വരുമെന്നാണല്ലോ പറയുന്നത്. അതാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ. ശരിക്കും എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമുക്ക് ഇതെങ്ങനെയാണ് നമ്മളിൽ വർക്ക് ആവുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ലോക ജനസംഖ്യയിൽ 2% ആളുകൾക്കാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയുന്നത്. പക്ഷെ അതിൽ 1% ആളുകൾ മാത്രമേ അത് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ടിൽ കൊണ്ട് എത്തിക്കാറുള്ളൂ. അപ്പൊ ഈ എന്റെ വീഡിയോ കാണുന്ന ആളുകളും അല്ലെങ്കിൽ മറ്റു പല വീഡിയോകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളവർ തന്നെയാണ്. പക്ഷെ അത് ആ 2% ആളുകളിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ ആ 2%ൽ നിന്ന് 1%ലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിത്തന്നു, ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയുന്ന ആളുകൾ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ദ സീക്രട്ട്. ഇനി അത് വായിക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു ബുക്ക് ഒന്ന് വായിക്കുക തന്നെ ചെയ്യണം. കാരണം അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് തരുന്ന ഒരു ബുക്ക് തന്നെയാണ്. അപ്പം ശരിക്കും അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ വളരെ പടർത്തിയിട്ടുള്ള ഒരു ബുക്ക് കൂടിയാണ്. അത് ആ ഒരു ബുക്കിന്റെ പ്രശ്നമല്ല, നമ്മൾ മനസ്സിലാക്കിയ രീതിയാണ് പ്രശ്നം. ആ ഒരു ബുക്കിൽ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് പ്രതിപാദിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അധികം എഫോർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും എന്നതാണ്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ അറിയുന്ന ആളുകൾ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ഡയറക്റ്റ് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയ വ്യക്തികൾ തന്നെയാണ്. അപ്പൊ ശരിക്കും നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ, അതായത് നമ്മൾ മറ്റു ചിന്തകളിൽ നിന്ന് മാറി ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു തരും. അപ്പൊ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പം അത് ചിലപ്പോൾ പണമായിട്ടാവാം, പല ഗിഫ്റ്റുകൾ വഴിയായിട്ടായിരിക്കാം, നമ്മൾ അൺഎക്സ്പെക്ടഡ് ചില കോൾസ് വഴിയായിട്ടായിരിക്കാം, നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂണിവേഴ്സ് നമുക്ക് വളരെ എഫോർട്ട്ലെസ് ആയിട്ട് നമുക്ക് തരും. പക്ഷെ അത് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് യാതൊരുവിധ എഫോർട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു എഫേർട്ട്, അതായത് ഒരു ആക്ഷൻ കൂടി ഉണ്ടെങ്കിലാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ സാധാരണ ഏതൊരു ലോസ് പോലെ തന്നെയും നമ്മളിൽ നിരന്തരം വർക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോ ശ്വാസം എടുക്കുന്നതും നമ്മൾ അകത്തേക്ക് വിടുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ എണ്ണിക്കൊണ്ടോ അല്ലെങ്കിൽ അത് ഇത്ര തവണ നമ്മൾ ശ്വാസം എടുത്തു അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടു എന്നൊരു കണക്ക് കൊണ്ടൊന്നും അല്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ നമ്മൾ നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ നിരന്തരം നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ തനിയെ സ്വപ്നം കണ്ടു എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കറക്റ്റ് ആയിട്ട് അത് ഇന്നത് കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് എത്തിക്കുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വലിയൊരു എമൗണ്ട് ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവിടെ ആക്ഷൻ എടുത്തു കഴിഞ്ഞു. കാരണം ഞാൻ ടിക്കറ്റ് എടുത്തു, ഇനി എനിക്ക് നേടേണ്ടത് ഇന്ന പ്രൈസ് ആണെന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ച് അതിന് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. അല്ലാതെ എനിക്ക് ലോട്ടറി അടിക്കണം, ഞാനൊരു ടിക്കറ്റ് പോലും എടുക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ആക്ഷനോടൊപ്പം തന്നെയാണ്. നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന സന്തോഷങ്ങളിൽ ചിലതാണ്. അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തിയെടുക്കാനായിട്ട് കഴിയില്ല. പക്ഷെ നമുക്ക് ഏതൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിനൊരു ആക്ഷൻ കൂടി എടുത്ത് അതിന് വേണ്ട കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ലോജിക്കൽ മൈൻഡും അക്സെപ്റ്റ് ചെയ്യും. അത് മാത്രമല്ല സബ് കോൺഷ്യസ് മൈൻഡും കറക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. ഇങ്ങനെയാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാനായിട്ട് കഴിയുന്നത്.